ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്കുണ്ടല്ലോ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അതിനെക്കാട്ടിലും മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഔട്ട്ഫിറ്റ് കണ്ടോ. അപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ നോക്കുമ്പോൾ കൊറിയൻ വൈബ് കോഴ്സെറ്റ് ഡ്രസ്സ് എന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ കാണാൻ പറ്റും. നല്ല രസമാണ്. ഒരു ഇംഗ്ലീഷ് വൈബും അതേപോലെ തന്നെ ഒരു കൊറിയൻ വൈബും ആയിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് ഇത് വെച്ചിട്ട് ഈ ഔട്ട്ഫിറ്റ് വെച്ചിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, റീലൊക്കെ പോലെ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഓൾറെഡി തന്നെ ഒരു കോഴ്സെറ്റ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് എന്റെ കയ്യിലുള്ള ഡ്രസ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതല്ല, ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കടക്കണേക്കാട്ടിന് മുന്നേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്, സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് ചെയ്യാം. ഒരു കൊറിയൻ വൈബുള്ള പോലെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. ഭയങ്കര ഐലൈനർ അങ്ങനെയൊന്നും വേണ്ടല്ലോ. നമുക്ക് ബേസ് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, ലൈറ്റ് ആയിട്ടൊന്ന് ഒരു ഐ ലുക്ക് കൊടുക്കുക, അത്രയല്ലേ വേണ്ടു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നമുക്കറിയാലോ മോയ്സ്ചറൈസർ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യണത് ഇത് പ്യോർ ഒറിജിന്റെ കൊറിയൻ വിറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF 50 ഉണ്ട്, അതേപോലെ തന്നെ PA4+ ഉണ്ട്, പ്ലസ് ഉണ്ട് കേട്ടോ. ഇതിലുണ്ടല്ലോ വിറ്റമിൻ സി ഉണ്ട്. പിന്നെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതുണ്ടല്ലോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല. അതേപോലെ തന്നെ ഇത് കണ്ടോ എന്ത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന, ഒരു തരിക്ക് പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളതാണ് വേറൊരു അടിപൊളിയായിട്ടുള്ള കാര്യം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. മറ്റ് പല സൺസ്ക്രീൻസ് പോലെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലെയർ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് സുഖമായിട്ട് റീഅപ്ലൈ ചെയ്യാനും അടിപൊളിയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടും അതെല്ലാം നമ്മൾ റീഅപ്ലൈ ചെയ്യാണെങ്കിലും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതുണ്ട്. അപ്പൊ ഈ കൊറിയൻ സൺസ്ക്രീനിൽ വിറ്റമിൻ സിയും അതേപോലെ തന്നെ യൂസു ലെമൺ ഉണ്ട്. അപ്പൊ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഇല്ലേ, അതൊക്കെ കുറയ്ക്കാനും കുറേയൊക്കെ ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്ട് തരാനും ഇത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതുണ്ടല്ലോ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് ഫൈറ്റ് ചെയ്യാനും കുറേയൊക്കെ സ്പോട്ട്ലെസ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സേഫ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ഞാനിത് മിനിമം 3 പാക്കെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണുന്നില്ല, ഒരു തരിക്ക് പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല, നല്ലൊരു ഗ്ലോയിങ് ലുക്ക് ഉണ്ട്. അപ്പൊ നമുക്കൊരു സൺസ്ക്രീൻ ആയിട്ടേ തോന്നില്ല. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറം ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്. അത്ര അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ purorigin.in വെബ്സൈറ്റ് നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് ഉണ്ട് ASMI2025. അപ്പൊ നമുക്ക് 15% ഓഫ് കിട്ടുന്നതാണ് കേട്ടോ. ഇത് കൂടാണ്ട് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, പർപ്പിൾ ഇതൊക്കെ മേടിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ സൺസ്ക്രീനിന്റെ വർണ്ണനകൾ കഴിഞ്ഞ കാരണം നമുക്ക് ആക്ച്വൽ മേക്കപ്പിലേക്ക് കടക്കാം. അത് തന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ സെറ്റ് ആയിട്ടുള്ള കാരണം വേറെ വലിയ മേക്കപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ ചെറുതായിട്ട് ഉള്ള സംഗതികളൊക്കെ ഒന്ന് നമുക്ക് മറച്ചെടുക്കണം. ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇതിനൊന്ന് മറച്ചെടുക്കണം നമുക്ക്. അപ്പൊ നമുക്ക് ഒന്ന് പ്രൈമർ ഇടാം കേട്ടോ. എനിക്കിവിടെ പോൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലായിരുന്നെങ്കിൽ ബേസ് മേക്കപ്പ് നമ്മൾ എത്ര കാര്യമായിട്ട് ചെയ്യാത്ത കാരണം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു സ്മൂത്ത് പെട്ട് തരും പ്രൈമർ ഇട്ടാ. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഷ് ഇടാം. കൊറിയൻസ് ബ്ലഷ് ഭയങ്കരമായിട്ട് ഇടുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിനെക്കാട്ടിന് മുന്നേ നമുക്ക് കുറച്ച് ഹൈലൈറ്ററും കൂടി ഇടാം. ജസ്റ്റ് 2 സ്പോട്ട് ഹൈലൈറ്റർ ഇട്ടാ. ഇനി ബ്ലെൻഡ് ചെയ്യാം. ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു ബ്ലഷിന്റെ ഒരു കളറും ഉണ്ടാവും, ഹൈലൈറ്ററിന്റെ ഒരു ഷൈനും ഉണ്ടാവും. ബാക്കിയുള്ള മൂക്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കൺസീലർ എടുക്കാം കേട്ടോ. ഡാർക്ക്നെസ് ഉള്ള ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കാം. ബ്ലെൻഡ് ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബ്ലഷ് അധികം ഇട്ടതൊക്കെ ഒന്ന് കുറഞ്ഞോളും. ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഐലാഷ് ഒന്ന് കേൾ ചെയ്യാം. ലൈറ്റ് ആയിട്ടൊന്ന് മസ്കാര ഇടാം കേട്ടോ. ഐബ്രോസ് പിന്നെ ഞാൻ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ, അതുകൊണ്ട് ഞാൻ അതിൽ ഇനി പണിയുന്നില്ല. അപ്പൊ ഇത്രയ്ക്കൊക്കെ മതി കേട്ടോ. വേണമെങ്കിൽ ടൈറ്റ് ലൈൻ ഇതൊക്കെ കൊടുക്കാം. പക്ഷെ നമുക്കൊരു സിമ്പിൾ ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മേക്കപ്പിൽ കാര്യമായിട്ടുള്ള ഇതൊന്നും വേണ്ട. ഇനിയിപ്പോ ഞാൻ വേഗം ഔട്ട്ഫിറ്റ് ഇടട്ടെ. സത്യം പറഞ്ഞത് ഷൂട്ട് ചെയ്യാൻ പോണേക്കാട്ടിന് മുന്നേ വേറൊരു പരിപാടിയും കൂടിയുണ്ട്. ഇമ്മക്കുട്ടീനെ അബാക്കസ് ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്യണം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗാർഡനിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. വേഗം ഡ്രസ് ഇട്ട് പോവാം. അപ്പൊ എന്റെ കയ്യിൽ 2 ഉടുപ്പായിട്ടാണ് കേട്ടോ ഉള്ളത്. ഒന്ന് എങ്ങനെയാന്ന് വെച്ചാൽ നെക്ക് ഇങ്ങനെ നാശമായി പോയി. പിന്നെ ഇങ്ങനത്തെ ഒരു നെക്ക് പാറ്റേൺ അല്ല നമുക്ക് വേണ്ടത്. കോഡ് സെറ്റ് ഇടുമ്പോൾ
കോഡ്സെറ്റ് അല്ല, കോഡ്സെറ്റ് ഇടുമ്പോൾ കുറച്ച് ഡീപ്പ് നെക്ക് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് കൈയൊക്കെ ഉണ്ട്, താഴേക്ക് ഉടുപ്പ് പോലെയാണ് ഉള്ളത്. ഇതാണ് ഞാൻ പണ്ടെപ്പോഴും സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിലേക്ക് മറ്റേതിന് കൈ വെട്ടിയെടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അവന് കുറച്ച് പണി ഉണ്ടാവും, കാരണം അതിൽ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് കൊടുക്കണം. അങ്ങനത്തെ ഒരു രീതിക്ക് വേണം നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിന് അത്യാവശ്യം നീളം ഉണ്ടെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യണം. രണ്ടും ഞാൻ അധികം ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന ഡ്രസ്സാണ്. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പലപ്പോഴും. ഈ കോഴ്സെറ്റ് ഞാൻ ഒരു ഷർട്ടിന്റെ മീതേക്ക് ആക്കി ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞി ലേസ് ഉണ്ടല്ലോ, ഈ ലേസ് കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു കോഴ്സെറ്റ് ആക്കി മാറ്റാം ഇതേപോലെ. അതല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ തന്നെ യൂസ് ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ സ്കേർട്ടിന്റെ താഴേക്ക് കൊടുക്കാൻ ഈ ഒരു ലേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും വേണ്ട. നമ്മളൊരു ഷൂട്ട് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇൻട്രസ്റ്റി വൈബൊക്കെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഓവർ ആക്കിയാലും തെറ്റില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് വെട്ടാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡ്രസ്സ് വെട്ടുമ്പോൾ വല്ലാത്തൊരു വിഷമാണ്. പക്ഷെ കാര്യങ്ങൾ അടിപൊളിയാക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ ചില വെട്ടലും തിരുത്തലും കുത്തലും ഒക്കെ വേണ്ടി വരും. നമ്മളിത് സ്ലീവ്സ് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ലീവ്സിൽ ഇനിയും കുറച്ചും കൂടി ഫാബ്രിക് ആഡ് ചെയ്യാട്ടോ, അപ്പൊ ഒന്നും കൂടി ഡ്രസ്സായിട്ട് ഉണ്ടാവും. ഇത് ഞാൻ കുറെ നാളായി ഇങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. ഇതിനുണ്ടല്ലോ നമുക്ക് ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ജോയിൻ ചെയ്യണം. പക്ഷെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവൂല. അതിന് നമുക്ക് വേറൊരു തരത്തിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ സ്ലീവ്സ് ഉണ്ടല്ലോ, എക്സ്ട്രാ ഉള്ള ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനിയാണ് കേട്ടോ, ഇനി എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ചെറിയ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ, പക്ഷെ അത് കാര്യമാക്കണ്ട. നമുക്ക് ഇതിന്റെ മീതെ കോഴ്സെറ്റ് വരുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും. ഇതേപോലെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ മീതേക്കാണ് ഈ കോഴ്സെറ്റ് വരും, അങ്ങനെ വരും. ഇനി അടിയിലേക്ക് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലേസ് ഒക്കെ ഒന്നിങ്ങനെ തുന്നി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഈ ഭാഗത്തായിട്ടൊരു ലേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ റെഡി ആവില്ല. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഇലാസ്റ്റിക് പോലെ എന്തെങ്കിലും ഇതിലേക്ക് ആക്കി കൊടുക്കണം, എന്നാലല്ലേ അത് ഹോൾഡ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ ഇലാസ്റ്റിക് കുറച്ചൊന്ന് ടൈറ്റായി പിടിച്ചിട്ട് ഇത്ര എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഭാഗം വേണം. എന്നിട്ട് നമുക്ക് മടക്കിയിട്ട് ഈ സ്ലീവ്സിന്റെ ഉള്ളിലേക്ക് ആക്കണം. അപ്പൊ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. ആ ചുരുങ്ങിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത്രയാണ് ഞാൻ തൽക്കാലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് ഇവിടെ ഇതൊന്നും കൂടി വെട്ടാണ്ട് കേട്ടോ, ഇതും കൂടി കുറച്ച് വെട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് നീളം കിട്ടും. ഇതിപ്പോ കാലിന്റെ അവിടം വരെ ഉള്ളൂ, അത് വെച്ചാൽ മുട്ടുന്ന് കുറച്ച് താഴെ വരെ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ഫാബ്രിക് ഉണ്ട്, മറ്റേലേക്ക് ചേർക്കാവുന്നതുമാണ്. ഞാൻ വിചാരിക്കണം അതും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. മറ്റേന്റെ അറ്റത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ത് കിട്ടും. ഇതിപ്പോ നമ്മള് ഉദ്ദേശിക്കുന്ന സ്കേർട്ട് അല്ല കേട്ടോ, ടോപ്പിന്റെ ഡ്രസ്സിന്റെ ഉള്ളിലത്തെ ലൈനിങ് ആണ്. ഈ ലൈനിങ്ങിലേക്ക് നമ്മൾ ഈ ഒരു പാർട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. നമുക്ക് കുറച്ചും കൂടി ലെങ്ത് കിട്ടും. നമുക്കിനി എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് കൈകളായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈകളിനെ ഈ സൈഡിലായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയുണ്ട് കേട്ടോ തുണിക്ക്, അപ്പൊ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. കറക്റ്റ് സൈഡിലായിട്ട് കേട്ടോ, അതിവിടെ അടിപ്പ് വരുമല്ലോ, അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സ്ലീവ്സും സെറ്റ് ആണ്. ഇതേപോലെ അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് അടിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ നല്ല വിയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ട്രസ്റ്റ് ദ പ്രോസസ് അങ്ങനെയാണല്ലോ പറയാം. നമുക്ക് ഇതിനെ കുറച്ച് നീളം കൂട്ടണം. അപ്പൊ അതിനായിട്ട് ഇതിന്റെ ലൈനിങ്ങിൽ നമുക്ക് അടുത്ത സെറ്റ് യോജിപ്പിച്ച് ചേർക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് തുന്നാട്ടോ. ഞാൻ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ അങ്ങനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തൊന്നും ചെയ്യാറില്ല. ഓക്കെ, നമ്മുടെ പ്ലീറ്റ്സ് ഏകദേശം കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ആയതുകൊണ്ട് കറക്റ്റ് വീതിക്കല്ല പ്ലീറ്റ്സ് എടുത്തിട്ടില്ല, പക്ഷെ എന്നാലും ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് കണക്കാക്കണം കേട്ടോ, ബ്രാം പേര് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി കുറച്ച് ലേസിന്റെ സംഗതികളൊക്കെ വെച്ചാൽ മതി. ഇതിന്റെ ഔട്ട്ഫിറ്റ് നമുക്ക് ചെലവൊന്നും ഇല്ലാണ്ട് തന്നെ ഇതേപോലെ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ റെഡി ആയി. പക്ഷെ എനിക്ക് ബാക്കിലാ സിബ് ഇടണം കേട്ടോ. അതെനിക്ക് എത്ര ഇടാൻ നോക്കിയിട്ടും പറ്റില്ല, താഴെ പോയിട്ട് ഹെഡും കൊണ്ട് ഇരിക്കണം. അപ്പൊ എനിക്ക് ഏകദേശമൊക്കെ ആ ഒരു റീലിന് പറ്റുന്ന രീതിക്കുള്ള ഡ്രസ്സ് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഏകദേശമൊക്കെ തുന്നിയൊക്കെ വെച്ചപ്പോ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒട്ടിച്ചതേ ഉള്ളൂ കേട്ടോ, കാരണം ഇത് കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് മാറ്റാച്ചിട്ടാ. നമുക്ക് പിന്നെ കാഷ്വൽ വൈബിൽ ഇടാലോ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വേഗം ഇറങ്ങി ലൊക്കേഷൻ തപ്പിപ്പോവാം. അങ്ങനെ ഇവിടെ ഒരു നഴ്സറിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലും പൈസ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അധികം സമയമില്ല. അപ്പൊ ആ സമയത്തിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. നന്നായി ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇത്ര നേരം വെയിലത്ത് നിന്നിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ സ്കിന്നിന്റെ യാതൊരു പ്രശ്നമൊന്നുമില്ല, ടാൻ ഒന്നും ആയിട്ടില്ല.
അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കുറച്ചധികം നേരം വെയിലത്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ടാൻ ഒന്നും ആയിട്ടില്ല. അത് മാത്രല്ല ഒട്ടും തന്നെ ഒരു വേർത്തൊലിക്കേ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ടാവേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ നല്ലൊരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്യോർ ഒറിജിന്റെ കൊറിയൻ വിറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ആണിത്. SPF 50 PA+++++. 4 പ്ലസ് ഉള്ളതാണ് കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ കൊറിയൻ വൈബുള്ള ഈ സാധനം ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇതൊരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അതല്ലാണ്ട് ഡെയിലി വെയർ അങ്ങനെയല്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഇടാം, അങ്ങനെ ഇടണമെങ്കിൽ ഇടാം. പക്ഷെ നമ്മുടെ ഷൂട്ട് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം. അപ്പൊ ലവ് യു സോ മച്ച്. ബൈ.